ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റണം, അത്രയും പരിവം. ഹായ് ഹലോ, നമുക്ക് ഇന്നൊരു നാടൻ ചായക്കടി ഉണ്ടാക്കിയാലോ. പൊരിച്ച പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. പൊരിച്ച പത്തിരിക്ക് എന്താ വേണ്ടത്? റവ വെച്ചിട്ടുള്ള പൊരിച്ച പത്തിരി, അരി വെച്ചിട്ടല്ല കേട്ടോ, റവ വെച്ചിട്ടുള്ള ഒരു പൊരിച്ച പത്തിരി ഉണ്ടാക്കുക. അതാകുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ട്രൈ. ഒരു ചെറിയ മൽപ്പിടുത്തം വേണ്ടി വന്നുവെങ്കിലും എനിക്ക് കിട്ടി കേട്ടോ. അരക്കപ്പ് തേങ്ങ കിട്ടി. ഇതിലേക്ക് കുറച്ച് ജീരകം, ഒരു ഇച്ചിരി ചുവന്നുള്ളിയാണ് കേട്ടോ വേണ്ടത്. ഒരു 3-4 ചുവന്നുള്ളിയാണ് ആക്ച്വലി വേണ്ടത്. പക്ഷെ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയുടെ കുറച്ച് ഭാഗം, ചെറിയൊരു പീസ്, അതും ഒരു പച്ചമുളക്, അവിടെ കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് വേണമെങ്കിൽ കരിഞ്ജീരകം ചേർക്കും കേട്ടോ. എന്തെങ്കിലും ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നന്നായിട്ട് ചതച്ചെടുക്കാം. 2 കപ്പ് വെള്ളം ഞാൻ ചൂടാക്കാൻ നല്ല തിളയ്ക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഞാൻ ഈ അരപ്പും ചേർക്കും, പിന്നെ 1 കപ്പ് റവയും ചേർക്കും, കുറച്ച് ഓൾ ഫ്ലോർ മൈദയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർക്കും, ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. സാധാരണ എല്ലാവരും കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ടിട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലിട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി.